കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിയിൽ യുഡിഎഫ് എംപിമാർ നൽകിയ നിവേദനത്തിൽ ഒപ്പിടാതെ രാഹുൽ ഗാന്ധി എംപി. യുഡിഎഫ് എംപിമാർ നൽകിയ നിവേദനത്തിൽ നിന്നാണ് രാഹുൽ ഗാന്ധി ഒഴിഞ്ഞു നിന്നത്. എല്ലാ യുഡിഎഫ് എംപിമാരും ഒപ്പിട്ടെന്ന് അവകാശപ്പെടുമ്പോഴും രാഹുൽ ഗാന്ധിയുടെ പേരില്ല. വിവരങ്ങളുമായി സിബി ചേരുന്നുണ്ട്. സിബി, ഈ ഒരു നിവേദനത്തിൽ എന്തുകൊണ്ട് രാഹുൽ ഗാന്ധി ഒപ്പിട്ടില്ല, അല്ലെങ്കിൽ ഒഴിഞ്ഞു മാറി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? പ്രിയ, കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി എല്ലാത്തിൻ്റെയും ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഒരു നിവേദനം, അത് ഇടതുപക്ഷ എംപിമാരും UDF എംപിമാരും ഒരുമിച്ച് യോജിച്ച് നിന്നുകൊണ്ട് ഒരു നിവേദനം നൽകാനായിരുന്നു ആദ്യം തീരുമാനിച്ചെങ്കിൽ ആ ശ്രമം ആദ്യം തന്നെ ഇല്ലാതാക്കിയത് കോൺഗ്രസ് ആയിരുന്നു. കോൺഗ്രസ് എംപിമാർ ഇത്തരത്തിൽ ഇടതുപക്ഷ എംപിമാർക്കൊപ്പം നിവേദനം നൽകാനില്ല എന്ന് ആദ്യം അറിയിക്കുകയും പിന്നീട് ഇടതുപക്ഷ എംപിമാരാണ് നേരിട്ട് കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മലാ സീതാരാമനെ കണ്ട് ഈ ഒരു നിവേദനം സമർപ്പിച്ചത്. അതായത് കേന്ദ്ര വിഹിതം വർദ്ധിപ്പിക്കണം, കേരളം വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കടന്നു പോകുന്നു, GST വിഹിതമടക്കം അതിനെ ലഭിക്കാവുന്നത് തുടങ്ങിയ നിരവധി കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഈ കേന്ദ്ര ധനകാര്യമന്ത്രിയെ സമീപിക്കുകയും അവിടെ ജോൺ ബ്രിട്ടാസ് എംപിയും അതോടൊപ്പം തന്നെ A. റഹീം എംപിയും എളമര കരീം എംപി അടക്കമല്ല നിലയും എംപിമാർ നേരിട്ട് കണ്ട് നിവേദനം നൽകിയിരുന്നു. പിന്നീട് ഇതിൽ UDF എംപിമാർ ഇതിൽ ഒരുമിച്ച് യോജിച്ച് പോകാത്ത ഒരു പശ്ചാത്തലത്തിൽ ഇതിനെതിരെ വലിയ വ്യാപകമായ വിമർശനം കേരളത്തിലാകമാനം ഉണ്ടായി. ഇതേ തുടർന്ന് ഒരാഴ്ചയ്ക്ക് ശേഷമാണ് ഈ UDF എംപിമാർ മറ്റൊരു നിവേദനവുമായി വീണ്ടും ഈ കേന്ദ്രമന്ത്രിയെ പോയി കാണുകയും പിന്നീട് കഴിഞ്ഞ ദിവസം കേരളത്തിലെ UDF എംപിമാർ നിവേദനം നൽകി എന്ന രീതിയിലെല്ലാം തന്നെയും പിന്നീട് റിലീസുകൾ ഇവർ പുറത്തുവിട്ടത്. പക്ഷേ പിന്നീട് നമുക്ക് ഇത് പരിശോധിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് എല്ലാ UDF എംപിമാരും ഒപ്പിട്ട് നൽകിക്കൊണ്ടാണ് ഈ നിവേദനം നൽകിയതെന്ന് അവകാശപ്പെടുമ്പോഴും അവിടെ വയനാട്ടിലെ MP കൂടിയായ കോൺഗ്രസിന്റെ പ്രമുഖ നേതാവ് രാഹുൽ ഗാന്ധിയുടെ പേരില്ല ഈ നിവേദനത്തിൽ എന്നുള്ളതാണ്. അതുമാത്രമല്ല, രാഹുൽ ഗാന്ധി ഈ ഒരു നിവേദനത്തിൽ ഒപ്പിട്ടിട്ടുമില്ല. എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ഈ നിവേദനത്തിൽ ഒപ്പിടാതെ ഒഴിഞ്ഞു മാറിയെന്ന് കൃത്യമായ വിശദീകരണവും കോൺഗ്രസ് നൽകുന്നുമില്ല. എന്തായാലും രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ച് പ്രത്യേകിച്ച് വയനാട്ടിലെ MP എന്ന നിലയിൽ ഈ കേരളത്തിലെ സാമ്പത്തിക പ്രതിസന്ധി ഏറ്റവും വലിയ ഒരു പ്രതിസന്ധിയിൽ നീങ്ങുമ്പോൾ സ്വാഭാവികമായും അത് വയനാട് മണ്ഡലത്തെ പോലും ബാധിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. ആ ഒരു പശ്ചാത്തലത്തിൽ ഈ ഒരു നിവേദനം നൽകുമ്പോൾ അതിൽ പ്രധാനപ്പെട്ട നേതാവായ രാഹുൽ ഗാന്ധി ഒപ്പില്ലാത്തത് വളരെ വലിയ വിമർശന വിധേയമാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് സംസ്ഥാനത്തിന്റെ ഒരു താല്പര്യം അനുസരിച്ച് ഈ MP പ്രവർത്തിച്ചില്ല എന്നല്ല തന്നെ ഇപ്പോൾ വലിയ വിമർശനം ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു. മാത്രമല്ല, കഴിഞ്ഞ ദിവസം ഈ LDF എംപിമാർ നേരിട്ട് നിവേദനം നൽകിയ തുടർന്ന് 3140 കോടി രൂപ വായ്പാ പരിധി ഉയർത്താൻ കേന്ദ്ര സർക്കാർ അനുമതി നൽകിയിട്ടുണ്ട്. അതിനുശേഷമാണ് ഇപ്പോൾ UDF എംപിമാർ പിന്നീട് ഈ ഒരു നിവേദനം നൽകുന്ന സാഹചര്യം ഉണ്ടായത്. പക്ഷേ എന്നാൽ തങ്ങൾ നൽകിയ നിവേദനത്തിന്റെ ഫലമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു വായ്പാ പരിധി ഉയർത്തിയത് അവകാശവുമായി UDF എംപിമാർ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ മറ്റും എല്ലാ നിലയും ഇതിൻ്റെ അവകാശവുമായി പ്രചരണമായി രംഗത്തെത്തിയിട്ടുമുണ്ട്. എന്തായാലും ഈ കോൺഗ്രസിന്റെ ഏറ്റവും തലമുതിർന്ന നേതാവും അതോടൊപ്പം തന്നെ ഈ വയനാട്ടിലെ MP കൂടിയായ രാഹുൽ ഗാന്ധി ഈ ഒരു നിവേദനത്തിൽ ഒപ്പിടാത്തത് എന്താണെന്നുള്ള കാര്യത്തിൽ കൃത്യമായ വിശദീകരണം ഇപ്പോഴും കോൺഗ്രസ് നൽകിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രിയ, ശരി, കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിയിൽ UDF എംപിമാർ നൽകിയ നിവേദനത്തിൽ രാഹുൽ ഗാന്ധിയുടെ ഒപ്പില്ല, മാത്രമല്ല പേരുമില്ല. UDF എംപിമാർ നൽകിയ നിവേദനത്തിൽ നിന്നാണ് രാഹുൽ ഗാന്ധി ഒഴിഞ്ഞു നിൽക്കുന്നത്. ഇതിൽ എന്താണ് കാരണമെന്നതിൽ വിശദീകരണവും വന്നിട്ടില്ല. വിശദാംശങ്ങളാണ് സിബി നൽകിയത്.